സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 16, 26 മുതലുള്ള തിരുവചനങ്ങള്. അന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നില്ല. കാരണം പിതാവ് തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു. എന്തെന്നാൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും ഞാൻ ദൈവത്തിൽ നിന്ന് വന്നുവെന്ന് വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്നു. ഇപ്പോൾ വീണ്ടും ലോകം വിട്ട് പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു. അവൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു, ഇപ്പോൾ ഇതാ നീ സ്പഷ്ടമായി സംസാരിക്കുന്നു, ഉപമകളൊന്നും പറയുന്നുമില്ല. നീ എല്ലാ കാര്യങ്ങളും അറിയുന്നുവെന്നും ആരും നിന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ലെന്നും ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. നീ ദൈവത്തിൽ നിന്ന് വന്നുവെന്ന് ഇതിനാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശു ചോദിച്ചു, ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താങ്കളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എങ്കിലും ഞാൻ ഏകനല്ല, കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട്. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. കർത്താവില് ഏറ്റവും സ്നേഹിക്കപ്പെട്ട ദൈവജനമേ, നമ്മൾ നോമ്പ് കാലത്തേക്കൊക്കെ പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. അടുത്ത ഞായറാഴ്ച പാതിരാ മുതൽ നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ഇന്ന് ഇവിടെ വന്നപ്പോൾ ആദ്യമേ ബൈബിള് തുറന്ന് അപ്പം കിട്ടിയൊരു വചനം അങ്ങ് വായിച്ചതാണ്. പക്ഷെ ഇതിൽ ഒത്തിരി കാര്യങ്ങൾ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഈ വചനം വായിച്ച് കുറച്ചു നേരം ചിന്തിച്ചപ്പോൾ കർത്താവ് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നതായിട്ട് മനസ്സിലായി. ഈശോ ഈ ലോകത്തിലേക്ക് വന്നു, തൻ്റെ പ്രിയപ്പെട്ടവരെയൊക്കെ വിളിച്ചു, ശിഷ്യന്മാരെയൊക്കെ വിളിച്ചു. അവർ പെട്ടെന്ന് വിശ്വസിക്കുകയൊക്കെ ചെയ്യും. ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ, കാനായിലൊരു അത്ഭുതം കണ്ടപ്പോൾ ശിഷ്യന്മാർ വിശ്വസിച്ചു എന്ന് പറയുന്നുണ്ട്. വെള്ളം വീഞ്ഞാക്കിയപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഇവിടെ കർത്താവ് ഒരു ദൈവരാജ്യത്തെക്കുറിച്ചൊരു രഹസ്യം അവരോട് വെളിപ്പെടുത്തി കൊടുക്കുക. ഞാൻ എവിടുന്നാ വന്നത്? മനുഷ്യനെ കുറിച്ച് നമ്മൾ വേദപാഠം പഠിക്കുമ്പം നീ എവിടുന്ന് വന്നു എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാം പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നത്, എൻ്റെ ഭവനം ഇവിടെയല്ല, ഞാൻ സ്വർഗത്തിൽ ലക്ഷ്യമാക്കി ജീവിക്കേണ്ടവനാണ്. ഈ ലോകത്തിൽ ദൈവം എന്തിനാ എന്നെ സൃഷ്ടിച്ചത് എന്നൊക്കെ നമ്മളെ കുഞ്ഞുനാളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവം എന്തിനാ നിന്നെ സൃഷ്ടിച്ചത്? ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്ത് നിത്യരാജ്യം, ദൈവരാജ്യം നേടാനാണ് ദൈവം എന്നെ സൃഷ്ടിച്ചത് എന്നൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ എവിടുന്നാ വന്നതെന്ന് ഈശോയ്ക്ക് വ്യക്തമായിട്ട്, ഈശോ എവിടുന്നാ വന്നതെന്ന് അവിടത്തേക്ക് അറിയാം.
ഞാൻ പിതാവിൻ്റെ സന്നിധിയിൽ നിന്നാണ് വന്നത്. സ്വർഗത്തില് പിതാവിൻ്റെ അടുക്കല് വളരെ സന്തോഷത്തോടുകൂടി സ്വർഗത്തിൻ്റെ ഒരു ദർശനം യെശയ്യാ കണ്ടത് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. എങ്ങനെയാ? മലാഹമാര് ഇങ്ങനെ നിരന്തരം സ്തുതിച്ചുകൊണ്ടിരിക്കുക സ്വർഗത്തില്, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഇങ്ങനെ നിരന്തരം സ്തുതികളുടെ മുമ്പേ മധ്യത്തിൽ വസിക്കുന്നവനാണ് അവിടുന്ന്. ഇത്രമാത്രം പുകഴ്ചയും സ്തുതിയും ആരാധനയൊക്കെ സ്വീകരിച്ച് സ്വർഗത്തിൽ വേണമെങ്കിൽ ഇരിക്കാമായിരുന്ന അവിടുന്ന് മനുഷ്യരോടുള്ള വലിയ സ്നേഹം കൊണ്ട് വിശുദ്ധ പൗലോസ് അത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ദൈവത്തോടുള്ള സമാനത വലിയ കാര്യമായി കണക്കാക്കാതെ അവിടുന്ന് തന്നെ താഴ്ത്തി, കുരിശുമരണത്തോളം തന്നെ താഴ്ത്തി. അതുകൊണ്ടാ ദൈവം അവിടുത്തേക്ക് ഏറ്റവും ഉന്നതമായ ശ്രേഷ്ഠമായ നാമം കൊടുത്തത് എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവം തമ്പുരാന് ഒരു കാര്യം അറിയാമായിരുന്നു. തൻ്റെ ഈ ലോക ജീവിതം മനുഷ്യരെ നഷ്ടപ്പെടുത്തിയ ദൈവരാജ്യ അനുഭവം അവർക്ക് വീണ്ടും കൊടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ദൈവം തമ്പുരാന് പിതാവിൻ്റെ അടുക്കൽ തനിക്കുണ്ടായിരുന്ന അതെല്ലാം ഉപേക്ഷിച്ചാണ് ഇവിടുന്ന് വന്നത് എന്ന് അവിടുന്ന് നമുക്കറിയാം. എന്നിട്ട് പിന്നീട് ശിഷ്യന്മാരോട് ഇതെല്ലാം പറഞ്ഞു. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. ഇതെല്ലാം പറഞ്ഞപ്പോൾ ആദ്യം അവർക്കെല്ലാം മനസ്സിലായി. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, സഹനം വരുമ്പോൾ നമ്മുടെ കൂടെ അധികം പേരൊന്നും ഉണ്ടാകുകയില്ല. ഇത് കർത്താവിനും ഉണ്ട്, നമുക്കും ഉണ്ട്. അത് പണ്ടൊരു സിനിമാ പാട്ടുകാരൻ പാടിയത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ചെറുപ്പത്തിൽ നമ്മളൊക്കെ പഠിച്ചതാണ്. ഞാൻ കുഞ്ഞുനാളിൽ കേട്ടൊരു സിനിമാ പാട്ട് ഇപ്പോഴും ചിലപ്പോൾ ഒക്കെ മനസ്സിലിങ്ങനെ ഇറങ്ങി വരും. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും എന്ന് പണ്ടൊരു കവി ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ പലപ്പോഴും ദുഃഖത്തിൻ്റെ നിമിഷങ്ങളിൽ പലപ്പോഴും തനിച്ച. ഈശോയ്ക്കും ഇതേ അനുഭവമൊക്കെ ഉണ്ടായി. കർത്താവ് അത് നേരെ മനസ്സിലാക്കി, നേരത്തെ തന്നെ ഇതുണ്ടാകുമെന്ന്. അതുകൊണ്ട് ഈശോയ്ക്ക് വലിയ പ്രയാസമില്ല. എന്നാ ഇതുകൊണ്ടോ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നുണ്ട്, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങൾ ഓരോരുത്തരും താങ്കളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും താങ്കളുടെ വഴിക്ക് ഓരോരുത്തരും അവനവന്റെ ഇഷ്ടം പോലെ നടക്കാൻ തുടങ്ങും. താങ്കളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുകളയുന്ന സമയം വരുന്നു. നമ്മൾ ചിലപ്പോൾ പറയില്ല, കർത്താവേ എന്തു വന്നാലും ഞാൻ നിന്നെ ഇട്ടച്ചു പോകുകയില്ല, പത്രോസിനെ പോലെ പറയും. പക്ഷെ ചെറിയൊരു മുട്ടപ്പനി വരുമ്പോഴത്തേനും നമ്മുടെ മൈൻഡെല്ലാം മാറി. പിന്നെ നമ്മൾ പറയും, പ്രാർത്ഥിക്കാൻ തുടങ്ങിയ പിന്നെ എനിക്കാകെ ഭയങ്കര ഗതികേടാ, അതുകൊണ്ട് ഇതങ്ങ് നിർത്തിയേക്കാം. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയാണ് നമ്മുടെ മനസ്സ്. നമ്മളിങ്ങനെയാ, ചെറിയൊരു കഷ്ടപ്പാടും ചെറിയ വേദനയും വരുമ്പോൾ തമ്പുരാനെ ഇട്ടച്ചു പോകാൻ നമ്മളൊക്കെ അങ്ങ് തയ്യാറാകും. പക്ഷേ കർത്താവ് പറഞ്ഞ വചനത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുകയാണെങ്കിൽ നമുക്കറിയാം, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന സകല മനുഷ്യരും പീഡിപ്പിക്കപ്പെടുമെന്ന് കർത്താവിൻ്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവരെങ്ങനെ എഴുതി വെച്ചത്, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന സകല മനുഷ്യരും പീഡിപ്പിക്കപ്പെടും. എന്നാൽ ദുഷ്ടൻ അടിക്കടി വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും അധപ്പതിക്കും. മറ്റവർക്ക് സഹനമൊക്കെ ഉണ്ടാകും, പക്ഷെ അവർക്ക് അധപ്പതനമില്ല. പീഡയുണ്ടാകും, വേദനകളുണ്ടാകും, പക്ഷേ ഒരിക്കലും ഒരു നശിച്ചു പോവുകയില്ല. ഇതൊരു വലിയ രഹസ്യമാണ്. അപ്പം നമുക്ക് ചെറിയൊരു സഹനങ്ങളും വേദന വരുമ്പം നമ്മൾ കർത്താവിനെ ഇട്ടേച്ചു പോകാതെ അവൻ്റെ കൂടെ നടക്കാൻ പഠിക്കണം. നമ്മുടെ ഈ ലോകത്തിലുള്ളതെല്ലാം കടന്നു പോകുന്നതാണ്. ഒരു ചെറിയ സൂക്കേട് വരുമ്പോൾ അയ്യോ സൂക്കേടാണല്ലോ. ചിലപ്പോൾ ക്യാൻസർ വന്നാലും നമുക്കറിയാം ക്യാൻസറും മാറുന്നുണ്ട്. ചിലരെ രക്താർബുദം മാറിയ സംഭവങ്ങൾ, യേശുവിനെ നിരന്തരമായി സ്തുതിക്കുമ്പോൾ അത് വിട്ടുപോയ സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എല്ലാവർക്കും കിട്ടുകയില്ല. പണ്ട് ഒരുത്തന് കുഷ്ഠരോഗം പിടിപെട്ടു, അവന്
സിറിയക്കാരന് നാമാൻ എന്ന് പറഞ്ഞ ഒരുത്തൻ. ആ മനുഷ്യനെ ആരാണ്ട് പറഞ്ഞനുസരിച്ച് പ്രവാചകന്റെ അടുക്കിലേക്ക് വന്നു. പ്രവാചകൻ പറഞ്ഞു, നീ പോയി ഒന്ന് കുളിക്കാൻ പറഞ്ഞു യോർദാൻ നദിയില്. അവൻ ആദ്യം അത്ര പിടിച്ചില്ല, എങ്കിലും നമുക്കറിയാം പ്രവാചകൻ പറഞ്ഞനുസരിച്ച് ചെയ്തു, അത്ഭുതങ്ങൾ നടന്നു. ഇതുപോലെ ഒത്തിരി കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവർക്കും സൗഖ്യം കിട്ടിയില്ല. ഇതുപോലെ നമ്മളും ചിലപ്പോൾ രോഗിയാണെങ്കിൽ വിശ്വാസത്തിന്റെ വരം കിട്ടുന്നത് ഇത് എന്തിനു വേണ്ടിയാ? ദൈവം ചിലപ്പോൾ രോഗത്തിൽ നമുക്ക് മോചനം തരുമ്പോൾ ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തണം. അതാ അവിടുന്ന് ആഗ്രഹിക്കുന്നത്. നമുക്ക് ഓരോ അനുഗ്രഹങ്ങളും കിട്ടുമ്പോൾ അതുവഴി ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. യേശുക്രിസ്തുവിന്റെ ഈശോയ്ക്കുണ്ടായിരുന്ന അനുഭവം ഇതാണ്: നിങ്ങളെല്ലാം എന്നെ ഇട്ടേച്ചു പോയാലും ഞാൻ തനിച്ചല്ല, പിതാവ് എൻ്റെ കൂടെയുണ്ട്. ഇതിലാണ് നമ്മൾ സമാധാനം കണ്ടെത്തേണ്ടത്. നമ്മൾ ആരെല്ലാം എന്നെ ഇട്ടേച്ചു പോയാലും, അപ്പനും അമ്മയും മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ലെന്ന് പറഞ്ഞവന്റെ വചനത്തില് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമുക്കൊരിക്കലും തളർന്നു പോകേണ്ട, ഒരു ക്രിസ്ത്യാനിക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദുഃഖത്തിന്റെ തിരുനാളല്ല കുരിശുമരണം, വലിയ ഉയർപ്പിന്റെ തിരുനാളാണ് കുരിശുമരണം. നമ്മൾ കുരിശിന്റെ വഴിയിലൂടെ പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, വലിയൊരു ലക്ഷ്യം കണ്ട ഉയർപ്പ് ലക്ഷ്യമാക്കി മരണത്തിന്റെ മേൽ വിജയം വരിച്ച് ഇനി അവന്റെ മേൽ മരണത്തിന് സ്വാധീനമില്ല എന്ന് വിളിച്ചു പറയാൻ നമുക്ക് ഓരോരുത്തരും, ഓരോ ക്രൈസ്തവനും സാധിക്കുന്ന വലിയ ഒരു വഴിയാണ് കുരിശിന്റെ വഴി. അതുകൊണ്ട് നമുക്ക് ഈ നോമ്പുകാലത്ത് പ്രത്യേകമായിട്ട് കുരിശിന്റെ വഴികളിൽ സന്തോഷത്തിൽ പങ്കെടുക്കാം. ഇതുവഴി യേശുക്രിസ്തുവിന്റെ ഉയർപ്പിലുള്ള പങ്കാളിത്തം സ്വീകരിച്ച് ലോകത്തില് ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ സാക്ഷികളായി ജീവിക്കുവാനുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും ഈ നോമ്പുകാലത്ത്, വരും നോമ്പുകാലത്ത് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക്